السلام عليكم وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ, നമ്മൾ ഹൃദയശുദ്ധീകരണം സീരീസിൽ ഇത് 36-ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള, നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു പക്ഷെ പ്രാക്ടിക്കൽ ആക്കിയിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കുറച്ചും കൂടെ കുറച്ചും കൂടെ അതിനെ ഒന്ന് ആഴത്തിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലോ ആ ഹദീസിനെ ഒന്ന് കാണാം. അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ ഒരു അർത്ഥവത്തായ രീതിയിൽ അതിനെ ചെയ്യാനുള്ള തൗഫീക്ക് റബ്ബ് തരട്ടെ, ആമീൻ. അപ്പം വിഷയം എന്ന് പറയുന്നത് ഐഹികമായ തിരക്കുകളിൽ മുഴുകുന്ന ഹൃദയം. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ ടൈമിൽ അങ്ങേയറ്റം നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒരേപോലെ വേണ്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പം ഈ ഹദീസ് എന്താന്ന് വെച്ചാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, ഇന്നഹു ലയുഗാനു അലാ ഖൽബി, നിശ്ചയമായും ചില സമയങ്ങളിൽ എൻ്റെ ഹൃദയത്തിന്റെ മേലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മേലെ ലയുഗാൻ, യുഗാൻ എന്ന് പറഞ്ഞാൽ ഒരു നേരിയ കവറിങ്, ഒരു തിൻ ഷെയ്ഡ് എൻ്റെ ഹൃദയത്തിന്റെ മേലെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. വ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത മറത്തിൻ, അപ്പോൾ നിശ്ചയമായും എന്താ ഞാൻ ചെയ്യുന്നത്? വ ഇന്നി ലഅസ്തഗ്ഫിറു, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, പാപമോചനം തേടും, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം വരെ. ഇത് നമ്മളെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഹദീസാണ്. ഇതിന്റെ കുറച്ച് കമന്ററിയും അതിനൊന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഈ ഹദീസ് ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്കറിയാം, നമ്മളുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട മരുന്ന്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അള്ളാഹുവിനെയാണ്, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട അറിവ്, അള്ളാഹുവിന്റെ ദിക്ർ, അതൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഹെൽത്തും ഹാപ്പിനെസ്സിലെ സന്തോഷവും ഒക്കെ അത് നിലനിർത്താൻ പറ്റുന്നതും വർദ്ധിപ്പിക്കാൻ പറ്റുന്നതും ഒക്കെ അള്ളാഹിനെ കൊടുക്കുമ്പോഴാണ്, അള്ളാഹുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ഈ പറഞ്ഞ സംഭവമൊക്കെ കിട്ടുന്നത്. അതേപോലെ നമ്മളുടെ ഹൃദയത്തിന് ഒരു വേദനയോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇടുക്കമോ ഒരു വിഷമമോ ഒക്കെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ പൊതുവേ എന്താ പ്രശ്നം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ, അല്ലെങ്കിൽ അത് നടക്കാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇത് നടന്നതുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കുമെങ്കിൽ പോലും നമ്മളുടെ ഹൃദയത്തിന്റെ വേദനയുടെയും വിഷമങ്ങളുടെയും ഒക്കെ കാരണം എന്താണ്? അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അകലം, ഒരിത്തിരിയെങ്കിലും നമ്മൾ അള്ളാഹുമായിട്ട് അകന്നാലാണ് നമ്മളുടെയൊക്കെ ഹൃദയത്തിന് ശരിക്കും വിഷമം വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ്, നമുക്ക് പലരെയും നഷ്ടപ്പെടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പലരും നമ്മളെ വിഷമിപ്പിച്ചത് കൊണ്ടാണ്, നമ്മൾ വിചാരിച്ചതുപോലെ ഇത് നടക്കാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് വിചാരിക്കാറുള്ളതെങ്കിലും, അതൊക്കെ നടന്നാൽ പോലും നമുക്ക് വിഷമം, നമ്മളുടെ ഹൃദയത്തിന് വിഷമം ഉണ്ടാവുന്നത് എന്താണ്? ഹൃദയത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെ നടക്കുമ്പോഴും ഒരുപാട് ആളുകൾ അതിനെ വളരെ ഈസി ആക്കി എടുത്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. കാരണം അവർക്കറിയാം, ഇത് എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഇത് എന്റെ റബ്ബ് എനിക്ക് പരീക്ഷണമായിട്ടും അനുഗ്രഹമായിട്ടും രണ്ടാണെങ്കിലും അൽഹംദുലില്ലാഹ് അനുഗ്രഹമാക്കിയതാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് സന്തോഷം തന്നെയാണ്. എന്ത് തന്നെ ഭൂമിയിൽ സംഭവിച്ചാലും സന്തോഷമാണ്. ബിക്കോസ് അവർക്കറിയാം എന്റെ ഹൃദയത്തിന്റെ അള്ളാഹുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്റെ ഹൃദയത്തിന്റെ വേദനയുടെ അല്ലെങ്കിൽ വിഷമത്തിന്റെ കാരണം, അപ്പം അള്ളാഹുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അള്ളാഹുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ മരണമാണ്, അങ്ങനെയുള്ള ഒരു ഹൃദയം എന്ന് പറയുന്നത് മരിച്ചതിന് തുല്യമാണ്. അപ്പം അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു നടക്കുക, ടേണിംഗ് ബാക്ക് ടു അള്ളാഹ്, റിട്ടേണിംഗ് ടു അള്ളാഹ്, അതും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടുള്ള പാപമോചനത്തോടു കൂടി, ആത്മാർത്ഥമല്ല, വെറുതെ എന്ന് പറയലല്ല, ആത്മാർത്ഥമായിട്ടുള്ള പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയലാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ഹൃദയങ്ങൾ പലതിലും ഉടക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പല വിഷമങ്ങളിലും പല സമാധാനക്കേടുകളിലും നിൽക്കുമ്പോൾ ഹൃദയത്തിന് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി, ഏറ്റവും ഈസി വഴി, ഏറ്റവും ഫാസ്റ്റസ്റ്റ് വഴി എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പാപമോചനവുമായിട്ട് അള്ളാഹുവിലേക്ക് തിരിയലാണ്. അത് ഐഹികമായിട്ടുള്ള
എന്തെങ്കിലും വിഷമങ്ങളും എന്തെന്നെ ആകട്ടെ, ഐഹികമായിട്ടുള്ള എന്തെങ്കിലും ഇൻടോക്സിക്കേഷൻസ്, അറ്റാച്ച്മെന്റ്സ് ആയിക്കോട്ടെ, ഇനി ഇബ്ലീസിന്റെ പിടിയിൽപ്പെട്ടതായിക്കോട്ടെ, നമ്മളുടെ വേറെ എന്തെങ്കിലും തിരക്കുകളായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, പരാതികളായിക്കോട്ടെ, എന്ത് രീതിയിലും നമ്മുടെ ഹൃദയത്തിന് ഒരു ഇടുക്കമോ സമാധാനക്കേടോ വിഷമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വഴി അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള പാപമോചനം കൊണ്ട് തിരിയലാണ്. ഓക്കെ, അപ്പം ഹൃദയവും അള്ളാഹുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷനും അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഹൃദയത്തിന് അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിനകത്ത് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം നമ്മളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിനെ ആവശ്യമുണ്ടെന്ന് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്. അതും ഈ ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ അല്ലെ, ഏറ്റവും എന്താ പറയാ ക്ലീൻ ആയിട്ടുള്ള ഹൃദയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതേപോലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൃദയമാണ്. അതായത് എന്തില്ലേ അള്ളാഹുവിനെ കുറിച്ച് എന്ത് കേട്ട് കഴിഞ്ഞാലും ആ ഹൃദയം സോഫ്റ്റ് ആയത് കാരണം അതിനു വേണ്ടി തേങ്ങണമെങ്കിൽ തേങ്ങേണ്ടത്, വിഷമിക്കണമെങ്കിൽ വിഷമിക്കേണ്ടത് അല്ലെ, ഫീലിങ്സ് ഉണ്ടാവണമെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവേണ്ടത്, ആ രീതിയിലുള്ള ഒരു ഹൃദയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെ. ഉണ്ടാവുന്നതിൽ നമുക്കറിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹൃദയമാണ്. അങ്ങനെയുള്ള ഒരു ഹൃദയത്തെ കുറിച്ചാണ് ഈ ഹദീസിനകത്ത് പറയുന്നത്. എന്താണ് പറയുന്നത്? ആ ഹൃദയത്തിന് ഒരു കവറ് പോലെ അല്ലെ, നേരിയ ഒരു പാട പോലെ ഒരു കവറിങ് ഫീൽ ചെയ്യാറുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അതായത് ഒരൊറ്റ ഫസ്റ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളെ ഹൃദയത്തെക്കുറിച്ചോ ലോകത്തുള്ള മനുഷ്യന്മാരുടെ എല്ലാവരുടെ ഹൃദയത്തെക്കുറിച്ചോ അല്ല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹൃദയത്തിന്റെ മേലെ ചെറിയൊരു പാട പോലെ ഒരു നേർത്ത മൂടി ഉണ്ടാകാറുണ്ട്. മാത്രമല്ല അതിനുവേണ്ടി ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഇവിടെ, ഗൈൻ അല്ലെ, ലയുഗാനു എന്നാണ് പറഞ്ഞത്. ലയുഗാനു എന്നുള്ള വാക്ക് ഗൈനിൽ നിന്നാണ് വരുന്നത്. ഗൈൻ എന്ന് പറഞ്ഞത് അറബി അക്ഷരം ഗൈൻ, യാ, നോൻ, ഈ 3 റൂട്ടിൽ നിന്ന് വരുന്നതാണ് ഗൈൻ, യാ, നോൻ. ഓക്കെ, ഗാന, യുഗാനു. ഓക്കെ, ഗൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കവർ. ഈ ഗൈൻ എന്നുള്ള വാക്കിന് ഒരു ക്ലോസ് ആയിട്ടുള്ള വേറൊരു വാക്കാണ് ഗൈം. ഗൈം എന്ന് പറഞ്ഞാൽ മേഘം. ഓക്കെ, മേഘമാണ്. മേഘം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അത് മൂടുന്ന ഒരു സംഭവമാണ് മേഘത്തിന്. പിന്നെ അതുപോലെ അത് താൽക്കാലികമായിട്ട് മൂടുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ മുമ്പ് ഒരു ഹദീസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ പോണില്ല. അപ്പം ഗാന, യുഗാനു, യുഗാൻ എന്നുള്ള വാക്കാണ് കവറിങ്ങിന് ഒരുപാട് വാക്കുകളുണ്ട്, പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് ഗൈനാണ്, ആ ഒരു നേർത്ത കവറിങ്ങിനെ കുറിച്ച്. ഓക്കെ, അപ്പം ഏറ്റവും തിന്നസ്റ്റ്, ഏറ്റവും നേർത്ത പോസിബിൾ ആയിട്ടുള്ള ഒരു കവറിങ്, ഹൃദയത്തിന്റെ മേലെ ഉണ്ടാകാവുന്ന ഏറ്റവും നേർത്ത കവറിങ്ങിനാണ് ഗൈൻ എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മേലെ അങ്ങനെ ഒരു കവറിങ് ഉണ്ടാകുമായിരുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത് എവിടെ നിന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് മുകളിൽ അങ്ങനെ ഒരു കവറിങ് ഉണ്ടായിട്ടുള്ളത്? അപ്പൊ നമുക്ക് എന്നിട്ട് വേണം നമ്മളിലേക്ക് എത്താൻ അല്ലെ. അപ്പം നമുക്കറിയാം നമ്മളൊക്കെ ഹൃദയങ്ങള് പല നമ്മളെ ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പം അല്ലെ, അള്ളാഹുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ, സുജൂദിൽ കിടന്ന് നമ്മൾ ദുആ ചെയ്യുമ്പം, ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങൾ വലിയ ലെവലിൽ ഈമാനിൽ എത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ഭയങ്കര ഒരു ഈമാന്റെ ഫീല്, ഒരു സുഖമൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പം, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പം, തദബ്ബുർ ചെയ്യുമ്പോൾ അല്ലെ, നമുക്ക് അള്ളാഹിന്റെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാരും തന്നെ ആ ഒരു ഫീലിംഗ് പല സമയങ്ങളിലായിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത് അങ്ങനെയായിട്ട് പ്യുവർ ആയിട്ടില്ല, വല്ലാത്തൊരു എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിർവൃതി എന്നൊക്കെ പറയുന്നത്, ഇംഗ്ലീഷിൽ എക്സ്റ്റസി എന്ന് പറയും, മലയാളത്തിൽ നിർവൃതി എന്ന് പറയും. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട് നമ്മളുടെ ഇബാദത്ത് കാരണം അല്ലെ. ആ സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. ആ സമയത്ത് നമ്മൾ അള്ളാഹ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, അള്ളാഹിന്റെ ഒരു വിരോധവും അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കി അള്ളാഹു ചെയ്തെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യൂല എന്നൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ് ആ ഒരു ഫുൾ ഡേ പോലും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അത് സത്യമല്ല എന്ന് ഇവിടെ ആർക്കും പറയാൻ പറ്റില്ല അല്ലെ. നമുക്ക് ആ ഒരു മൊമെന്ററി ആയിട്ട് നല്ല ഈമാൻ കിട്ടാറുണ്ട് താൽക്കാലികമായിട്ട് ചില ഇബാദത്തുകൾ ചെയ്യുമ്പോൾ. ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഈവൻ ഒരു തദബ്ബുർ ചെയ്യുമ്പോൾ പോലെ നമുക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിക്കും ഇനി ഞാൻ ഭയങ്കര അല്ലെ, നമ്മളെല്ലാവരും തീരുമാനിക്കും ഭയങ്കര സംഭവമാണ്, അള്ളാഹ് പറഞ്ഞതൊക്കെ ചെയ്യും, അള്ളാഹ് ചെയ്തെന്ന് പറയുന്നതൊക്കെ മാറി നിൽക്കും. പക്ഷെ ഒരു ഫുൾ ഡേ ഒന്നും ആ ഒരു ഫുൾ ഡേ പോലും, ഫുൾ ഡേ ഒന്നും അല്ല, ഫുൾ ഡേ പോലും നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഈമാൻ, ആ ഒരു ഹൈ സ്റ്റേറ്റ് നമുക്ക് കിട്ടാറില്ല. കാരണം നമ്മളുടെ ഹ്യൂമൻ
നേച്ചർ അല്ലെ. നമ്മളെ മനുഷ്യന്മാരുടെ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ കേറ്റർ ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട പല ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ, നമ്മളുടെ ശ്രദ്ധ കൊടുക്കണ്ടേ അല്ലെ. നമ്മൾ ഒരു പക്ഷെ നമ്മളുടെ വിവാദത്തിൽ നിന്നും നമ്മുടെ പഠനങ്ങളിൽ നിന്നും അമലുകൾ അള്ളാഹുവിന് തൃപ്തിപ്പെടുത്തുന്ന അമലുകളിൽ നിന്നും ഒക്കെ മാറി നിന്ന് പലർക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടി വരും, പലരുടെ പ്രശ്നങ്ങൾക്കും നമ്മൾ അല്ലെ കൈ കൊടുക്കേണ്ടി വരും, പലതിലും നമ്മൾ പെട്ടുപോവാറുണ്ട്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വേറൊരു ഇൻവോൾവ്മെന്റ് കിട്ടുകയാണ് അല്ലെ, വേറൊരു ഇൻവോൾവ്മെന്റിലേക്ക് നമ്മുടെ ഹൃദയം എത്തുകയാണ്. അപ്പം നാച്ചുറലി ചെറിയൊരു ഡിസ്റ്റൻസ് വരാറുണ്ട്, വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലെ, ഒഴിയാതെ നമുക്ക് എല്ലാവർക്കും ഇത് വരുന്നുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് ഇതിൽ പലതും അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ ഒരു തിൻ ലെയർ, നമ്മൾ പറഞ്ഞ ഗൈൻ എന്ന് പറഞ്ഞ സംഭവം, ഓക്കെ, അറബിക് ലെറ്റർ ഗൈൻ, യാ, നൂൻ, ഇത് മൂന്നും കൂടിയ ഗൈൻ ആണ് കേട്ടോ, അല്ലാതെ ഒരു സിംഗിൾ ലെറ്റർ ഗൈൻ അല്ല, ഗൈൻ, യാ, നൂൻ. അപ്പം ഈ ഗൈൻ എന്ന് പറഞ്ഞ തിൻ ലെയർ നമ്മുടെ ഹൃദയത്തിന്റെ മുകളിൽ ഒരു വളരെ നേർത്ത ഒരു കവറിങ് നമ്മുടെ ഹൃദയത്തിന്റെ മുകളിൽ ഫോം ചെയ്യും. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഇബാദത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന്റെ അടുത്ത് ക്ലോസ് ആയിരുന്നോ അതിൽ നിന്നും ഒരു പടി പിന്നോട്ട് അല്ലെ, അത്രയും ക്ലോസ് ആയിരിക്കൂല നമ്മൾ ഇതുപോലെയുള്ള ഐഹികമായിട്ടുള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ്സ്. ഇപ്പൊ നമ്മളെ മക്കളെ നോക്കുന്ന കാര്യമായിരിക്കും, നമ്മുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ അയൽവാസികൾക്കോ എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യവുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരിത്തിരി വിട്ടു നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം മുമ്പുണ്ടായിരുന്ന പോലെ, ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും അള്ളാന്റെ അടുത്ത് ക്ലോസ് ആയിരിക്കില്ല, അത്രയും നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആയിരിക്കില്ല അല്ലെ, അത്രയും സെൻസിറ്റീവ് ആയിരിക്കില്ല. ആ ഇബാദത്തൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ മനസ്സിലാക്കുന്ന സമയത്ത്, തദബ്ബുർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്താലും അള്ളാഹ് പറയുന്നത് ഈ ചെയ്യൂ, അള്ളാഹ് വിരോധിച്ചത് ചെയ്യൂല എന്നൊക്കെ വിചാരിച്ച ആ ഒരു ദൃഢനിശ്ചയം ഇതുപോലെ നമ്മൾ ഒരിത്തിരി മാറുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സോഫ്റ്റ്നെസ് അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ദീനിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കരച്ചിലല്ലേ, നമുക്ക് എന്തെങ്കിലും ദുആ ചെയ്യുമ്പോഴേക്ക് വരുന്ന ആ ഒരു കരച്ചിൽ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥത, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ആ ഒരു വെമ്പൽ, അതൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അത്രക്കൊരു റെസ്പോൺസീവ് ആയിരിക്കൂല. അത് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പീക്ക് ഓഫ് ഈമാൻ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, എല്ലാവരും ഡേ ടു ഡേ ബേസിസിൽ ഫേസ് ചെയ്യുന്ന ഒരു സത്യമാണ്. ആർക്കും എതിരഭിപ്രായം ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കണം, ചോദിക്കൊന്നും കൂടെ ഇല്ല, അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അതല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഡെയിലി നമ്മളുടെ ഹൃദയങ്ങള് ഈ വേൾഡ്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ടെംപ്റ്റേഷൻസുമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. പലതും ടെംപ്റ്റേഷൻസ് അല്ല, നമ്മളുടെ അത്യാവശ്യങ്ങളാണ് അല്ലെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പലതും ചെയ്യുമ്പോൾ, ഈവൻ അത് നമ്മൾ ഇബാദത്തായിട്ട് ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ട് അല്ലെ. അപ്പം ചിലപ്പം ആരെങ്കിലും നമ്മളോട് ചെയ്ത ഒരു ഉപദ്രവമായിരിക്കാം അല്ലെ, അത് കാരണമുള്ള വിഷമത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കാം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നമ്മളെ പ്ലാനുകളിൽ എന്തിലെങ്കിലൊക്കെ പെട്ടുപോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് പെട്ടുപോവാണ്, അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയൂല, പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെയോ അള്ളാഹുവായിട്ട് ആ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് കണക്ഷൻ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ നാച്ചുറലി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ഈമാനെ കുറയ്ക്കും, ഈമാന്റെ ആ ഒരു ഹൈ ലെവൽ നമ്മൾക്ക് കുറയ്ക്കൂലേ. നമ്മൾ ഇബാദത്തിന്റെ സമയത്ത് കേറി പോയ ഒരു ഈമാനൊന്നും നമ്മൾ ഇങ്ങനെ മെല്ലെ അത് ഇമാജിൻ ചെയ്ത് നോക്കും. ഒരു ഈ കോണി വെച്ചിട്ടില്ലേ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് സുജൂദിൽ ദുആ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഈ കോണിപ്പടിയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതുപോലെ ഓരോ അഹികമായിട്ടുള്ള കാര്യങ്ങളിൽ പെടുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ മെല്ലെ താഴോട്ട് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വഹാബാക്കളിലെ ഇത് അവര് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, എന്നാലും പറയാണ് ആ ഹദീസ് നമുക്കൊന്ന് കാണാം. അവരുടെ ഈമാൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവരുടെ ഈമാൻ കുറഞ്ഞത്, അത് അവരെ എങ്ങനെയാണ് വിഷമിപ്പിച്ചിരുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹൻസല റളിയല്ലാഹു അൻഹു, ലൈക്ക് എല്ലാവരും കേട്ട ഹദീസാണ്. ഹൻസല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു എഴുത്തുകാരനായിരുന്നു, ഖുർആനൊക്കെ എഴുതുന്ന ഒരു ആളായിരുന്നു. അത് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കാണുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട്, എന്താണ് ഹൻസല എന്ന് ചോദിക്കുമ്പോൾ പറയും,
ഞാന് ഒരു മുനാഫിഖായി പോയിട്ടുണ്ട് എന്ന് പറയും. അല്ലാ അതെന്താ അങ്ങനെ പറയുന്നത്, സുബ്ഹാനല്ലാഹ് എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമ്പനിയിലല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കുമ്പോൾ നരകത്തിനെയും സ്വർഗത്തിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയല്ലേ അല്ലേ, സുബ്ഹാനല്ലാഹ് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് മറന്നു പോകുന്നു. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, അള്ളാഹു ആണേ ഞാനും ഇത് തന്നെ ഫീൽ ചെയ്യാറുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പ്രത്യേകിച്ച് നമ്മളിപ്പം ഈ ഉച്ചയ്ക്കുള്ള ക്ലാസ്സുകളിൽ 2 ക്ലാസ്സുകൾ, തഫ്സീർ ക്ലാസ്, ഇനി വേറെ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ ആ ഒരു സമയത്ത് അത് കഴിയുന്നത് വരെ നമ്മളിങ്ങനെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിനെയും നരകത്തിനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെങ്ങനെ അത് കണ്ണിൽ കാണുന്നു, അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മളും ഇങ്ങനെ ആ ഒരു ഹൈ ലെവൽ ഓഫ് ഈമാനിലായിരിക്കും നിൽക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ കുടുംബത്തിലേക്ക് വരുമ്പോൾ അതിങ്ങനെ മെല്ലെ 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 കുറഞ്ഞ് നമുക്കില്ലേ ചിലപ്പോൾ മറന്നു പോലും പോകുന്ന ഒരു അവസ്ഥകളിലേക്കൊക്കെ എത്താറുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹൻസല റളിയല്ലാഹു അൻഹും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയും, നബിയെ അള്ളാഹുവിന്റെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൻസല ഒരു മുനാഫിഖായി പോയി നബിയെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അതെന്ത് പറ്റി? അപ്പം പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറയും, നബിയെ ഞങ്ങള് താങ്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ ജന്നത്തിനെ കുറിച്ചും അല്ലെ നരകത്തിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയാണ്. പക്ഷെ താങ്കളുടെ അടുത്ത് നിന്ന് മാറുമ്പോൾ ഇതേപോലെ ഭാര്യമാരെയും മക്കളുടെയും ബിസിനസിന്റെയും ജോലിയും എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മറന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലെ, എന്താ പറയുന്നത്, അള്ളാഹു ആണേ സത്യം, നിങ്ങൾ അതേപോലെ എന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ സ്വർഗത്തിനെയും നരകത്തിനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ യഖീൻ അത് അതേപോലെ തുടരുകയാണെങ്കിൽ അല്ലെ, ഞാൻ ഉണ്ടാവുമ്പോൾ ഞാൻ ഇതൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എനിക്കുണ്ടായിരുന്ന ഈമാൻ അതേപോലെ നിങ്ങളുടെ ഈമാൻ നിലനിൽക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ബിസി ആയിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ മലായിക്കത്ത് നിങ്ങളുടെ കൈ അല്ലെ നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് തരുമായിരുന്നു. നിങ്ങളുടെ സ്ട്രീറ്റുകൾ, അത് റോട്ടിൽ വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നും ഒക്കെ അവര് ഷേക്ക് ഹാൻഡ് തരുമായിരുന്നു. അപ്പം അത് എന്താണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഈമാൻ അങ്ങനെ ഒരേ സ്റ്റഡി ആയിട്ട് നിർത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന്റെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹൻസല ചില സമയം ഇങ്ങനെയാണ്, ചില സമയം അങ്ങനെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടായി. ചിലത് ഇങ്ങനെയാണ്, ചില സമയങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, ചില മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഈമാൻ തോന്നും, ചില സമയം ഇങ്ങനെയും ആണ്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മളുടെ ഹ്യൂമൻ നേച്ചറിന്, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ സൃഷ്ടിച്ച ഒരു രീതിക്ക് നമ്മളുടെ ആ ഒരു ട്വിസ്റ്റ് മൂവ്മെന്റ് വേൾഡ് ലോകത്തിൽ നിന്ന് ഇബാദത്തിലേക്ക്, ഇബാദത്തിൽ നിന്ന് ലോകത്തിലേക്ക്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഓർമ്മയിലായിരിക്കുന്ന ഇബാദത്താണ്. നമ്മളൊന്നും ചെയ്യുന്ന എക്സസൈസ് പോലത്തെ ഇബാദത്തല്ല. എല്ലാം ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കൈകെട്ടുന്നു, കുനിയുന്നു, നിവരുന്നു, അതല്ല. അള്ളാഹുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ള ഇബാദത്ത് അല്ലെ. അള്ളാഹുവിന് ശരിക്കും ഹൃദയം കൊണ്ട് ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ശരിക്കും ഹൃദയം കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടുള്ള ഇബാദത്തും ലോകവും, അത് രണ്ടും നമ്മൾ അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് മൂവ് ചെയ്യല് നമ്മളുടെ നേച്ചറിന്റെ ഭാഗമാണ്, അത് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഈമാൻ നമ്മളെ ഇബാദത്ത് ചെയ്യുമ്പം ഉണ്ടാക്കിയെടുത്ത ഈമാൻ ഇതുപോലെ നമ്മൾ ലോകവുമായിട്ട് അറ്റാച്ച്ഡ് ആവുമ്പോൾ കുറയും അല്ലെ, അത് കുറഞ്ഞു പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഈ ലോകവും അത് കാരണം അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള അള്ളാഹുമായിട്ടുള്ള ചെറിയ ഒരു അകൽച്ചയുമാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ചുറ്റും ഈ പറഞ്ഞ ഒരു ലെയറിലെ ലയുഗാനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലയുഗാനുൻ, അത് വരുന്നത് ഈ ഒരു കുഞ്ഞു ലെയർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മുകളിൽ വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളുടെയൊക്കെ ഹൃദയത്തിന്റെ മുകളിലുള്ള ലെയറിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സമയം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടുപോയിട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകളിൽ പെടുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഈ തിൻ ലെയർ ഉണ്ടാവുന്നത്. യുഗാനുൻ എന്ന് പറഞ്ഞ വൈൻ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ലെയർ ഉണ്ടാവുന്നത് ഇത് കാരണമാണ്. അത് എന്താണ്, കമ്പൽസറി ആണ്, നാച്ചുറൽ ആണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതിന്റെ കാരണം ഇന്നതാണ്. പക്ഷേ നമ്മുടെ ഹൃദയം അതിന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, അതിന് കീഴൊതുങ്ങി കഴിഞ്ഞാൽ ഈ തിക്നെസ് എന്ത് ചെയ്യും, സമയം പോകെ പോകെ അത് ഇതിന്റെ ഈ കവറിന്റെ കട്ടി കൂടി 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 വരും.
സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹദീദില് 16-ാമത്തെ ആയത്ത്, മുമ്പും ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുള്ള ആയത്താണിത്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതആല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ. അല്ലേ, നമ്മളെ ഖസത്ത് ഖുലൂബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആയത്ത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല അല്ലെ. നമ്മൾ സൂറത്ത് ബഖറയിൽ പറഞ്ഞത് വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ ഹൃദയം കടുത്തുപോയ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ വിശ്വാസികളുടെ അടുത്ത് അള്ളാഹു ചോദിക്കുകയാണ് അവർക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ച് കിട്ടിയ സത്യത്തിലേക്കും, അതായത് ഖുർആനിലേക്കും കീഴൊതുങ്ങാനും നിങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെ ആകാതിരിക്കാനും സമയം ആയിട്ടില്ലേ. അങ്ങനെ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോവുകയും, അതായത് അവർ അള്ളാഹുലേക്കും തിരിയാതെ ഖുർആനിലേക്കും തിരിയാതെ അവരുടെ കാലം, അല്ലെങ്കിൽ അവർക്ക് അവതരിപ്പിച്ച ഗ്രന്ഥത്തിലേക്ക് തിരിയാതെ അവരുടെ കാലം ദീർഘിച്ചു പോയി. അങ്ങനെ എന്തായി? ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അത് കാരണം കടുത്തു പോവുകയും ചെയ്തു. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ഫാസിഖുകളാണ് അല്ലെ, അതിര് കവിയുന്നവരാണ്, ദുർമാർഗികളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആ ഒരു ലെയർ ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് യുഹാനായിരുന്നു. നമ്മളത് യുഹാൻ വിട്ട് അടുത്ത ലെവലിലേക്ക് വിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കണം അല്ലെ. ഒരുപാട് സമയം നമ്മൾ അതിന് വിട്ടുകൊടുക്കരുത്. എത്രത്തോളം അധികം സമയം നമ്മൾ അള്ളാഹുവിൽ നിന്നും, അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്നും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കുന്നതോ അത്രത്തോളം നമ്മളുടെ ഹൃദയത്തിന്റെ പുറത്തുള്ള ഈ തൊലി കട്ടിയാവും. എന്ന് വെറുതെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു തിൻ ലെയർ, ഇപ്പൊ നമ്മൾ ചിക്കന്റെ ഒക്കെ പുറത്തുണ്ടാവില്ലേ ഒരു കുഞ്ഞി ലെയർ, അത് നമ്മളിങ്ങനെ ചിലപ്പോൾ കഴുകുമ്പോൾ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലെയർ ആണ് അല്ലെ. അത് എന്നാലും ഒന്നും കൂടെ ഒന്ന് കട്ടിയാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നത്, അതിനെ നമുക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാം. അതും കഴിഞ്ഞിട്ട് അല്ലെ ഒരു ഇരുമ്പിന്റെ മുകളിൽ റസ്റ്റ് ഒക്കെ വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചങ്ങലയൊക്കെ ഇട്ട് കെട്ടി വരിഞ്ഞ പോലെ ഒരു സാധനമാണെങ്കിൽ പിന്നെ അതിനെ പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം സമയം അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് അകലാൻ നമ്മളുടെ ഹൃദയത്തിനെ അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്ന്, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മളുടെ ഹൃദയത്തിനെ അനുവദിക്കുന്നുവോ അത്രത്തോളം ഹൃദയത്തിന്റെ പുറത്തുള്ള ലെയർ ഇതുപോലെ തിക്കാവും. അത് തിക്കാവുമ്പോൾ നാച്ചുറലി നമ്മളുടെ ഹൃദയം കൂടുതൽ കസത്താവും അല്ലെ, അതായത് കടുത്ത് പോകും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ എന്തായി മാറും? അത് കടുത്ത ഹൃദയമായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള ഹൃദയങ്ങളിലേക്ക് എത്തുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിന് വാണിംഗ് ആയിട്ട് മനസ്സിൽ കരുതിയിട്ട് അദ്ദേഹം ബസ്രയിലെ ബസ്രയിലുള്ള വളരെ പായസായിട്ട്, വളരെ തഖ്വയുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളെ ഉപദേശിക്കുകയുണ്ടായി. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അബൂ മൂസ അൽ അശ്അരി ബസ്ര എന്ന് പറഞ്ഞാൽ അവര് ഒരുപാട് ഇൽമു പഠിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും പഠിപ്പിക്കുകയും എഴുതുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ബസ്രയിലെ ഖുർആൻ റിസൈറ്റേഴ്സിനെ, ഖുർആൻ ഓതുന്ന ആളുകളെ വിളിച്ചു വരുത്തും അദ്ദേഹത്തിന്റെ അടുത്ത്. അപ്പം ഏകദേശം ഒരു 300 ആൾക്കാരോളം അദ്ദേഹം, അത് ഖുർആൻ പഠിച്ച ആളുകളാണ്, ഓക്കെ, ഖുർആന്റെ കാരികളാണ്, അവര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. അപ്പം അദ്ദേഹം പറയും, നിങ്ങളാണ് ബസ്രയിലെ ഏറ്റവും ബെസ്റ്റ്, ബസ്രയിൽ ജീവിക്കുന്ന ആളുകളിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ്. അത് മാത്രമല്ല ബസ്രയിലുള്ള ആളുകളുടെ ഇടയിൽ ഖുർആന്റെ ഓത്തുകാര് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക, അത് റെസിറ്റേഷൻ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുക. നിങ്ങളത് ഓതാതെ അല്ലെങ്കിൽ ഖുർആനുമായിട്ട് ബന്ധമില്ലാതെ ഒരുപാട് സമയം നിങ്ങളുടെ ജീവിതത്തിൽ പാസ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താവും? കടുത്തു പോവും, നിങ്ങളുടെ മുന്നേ ഉള്ള ആളുകളുടെ ഹൃദയങ്ങൾ പോലെ. അതായത് ഈ ഒരു സൂറത്ത് ഹദീദിനകത്തുള്ള 16-ാമത്തെ ആയത്ത് മനസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം ബസ്രയിലുള്ള ആളുകളെ ഉപദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓത്തുകാരാണ്, ബസ്രയിലെ ബെസ്റ്റ് ആൾക്കാരാണ് അല്ലെ, അത് എന്തെന്നാണെങ്കിലും, നിങ്ങൾ ഇനി എത്ര ബെസ്റ്റ് ആണെങ്കിലും, നിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഓത്തുകാരെന്നൊക്കെ ആണെങ്കിലും അല്ലെ, നമ്മളൊക്കെ അങ്ങനെ എന്തൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഖുർആനുമായിട്ട് ബന്ധമില്ലാതെ, ഖുർആൻ ഓത്തുമായിട്ട് ബന്ധമില്ലാതെ നമ്മുടെ ഹൃദയങ്ങളെ അകറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളുടെ മുന്നേ ഉള്ള ആളുകൾ അല്ലെ, അതായത് നമുക്കറിയാം ബനു ഇസ്രായേൽ, അവരുടെ ഹൃദയം എങ്ങനെ കടുത്തുപോയോ അതുപോലെ നിങ്ങളുടെ ഹൃദയവും കടുത്തു പോകും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അപ്പൊ നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് ഭയങ്കര നിമ്പിളാണ്. അതായത് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയം അല്ലെ, അതൊക്കെ നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹൃദയത്തിന് ഇങ്ങനെ വേഗം പെട്ടെന്ന് 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 ട്വിസ്റ്റ് ചെയ്യും നമ്മളെ ഹൃദയം. അതിന് നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ അത്യാവശ്യമാണ്. നമ്മളുടെ ഹൃദയം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കറപ്ഷൻസിലേക്ക് പല പ്രശ്നങ്ങളുമാണ്, അതിനകത്തേക്ക് പെട്ടുപോകുന്നതിന് നമ്മളുടെ ഹൃദയത്തിന് മരുന്ന് ആവശ്യമാണ് അല്ലെ. നമ്മുടെ നഫ്സിന്റെ ഇച്ഛകളിൽ പെട്ടുപോകും, അങ്ങനെ പല കാര്യങ്ങളിലും പെട്ടുപോകുന്നതിന് നമ്മളുടെ ഹൃദയത്തിന് അള്ളാഹുവിന്റെ മരുന്ന്, അള്ളാഹു ആകുന്ന മരുന്ന്, അള്ളാഹുവിന്റെ അറ്റാച്ച്മെന്റ്, അള്ളാഹുവിനോടുള്ള അറ്റാച്ച്മെന്റ് ആകുന്ന മരുന്ന്, അള്ളാഹുവിനെ ഓർമ്മിക്കലും ഓർമ്മപ്പെടുത്തലും ആകുന്ന മരുന്ന് ഹൃദയത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റില്ല. ഹെൽത്തി അല്ലാതെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ അത് ചത്ത ഹൃദയത്തിന് തുല്യമാവും അല്ലെ. അപ്പൊ നമ്മളെ ഹൃദയത്തിന് എപ്പോഴും ഹെൽത്തി ആക്കിയിട്ട് എലൈവ് ആക്കി നിർത്തേണ്ടത്, ജീവിച്ചിരിക്കുന്ന ഹൃദയമാക്കി നിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ തിൻ ലെയർ അല്ലെ, ലയുഗാനൻ, ആ യുഗാനിലേക്ക് നമുക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രീതി നമുക്ക് അല്ലെ, അദ്ദേഹത്തിന്റെ ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞ സുബ്ഹാനല്ലാഹ്, നമുക്കൊന്നും ഇപ്പോഴും സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര വലിയ ലെവലാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, നമുക്ക് ലക്ഷ്യമുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്യുന്നുണ്ട് അവിടേക്ക് എത്തിക്കാൻ. പക്ഷെ ഇപ്പോഴും നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനോ ഇമാജിൻ ചെയ്യാനോ സ്വപ്നം കാണാനൊക്കെ പറ്റാത്തത്ര ഹൈറ്റിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ അല്ലെ. അത്ര തന്നെ ഈമാൻ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലെ. ആ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്ര ഈമാനൊക്കെ കാണിക്കും തോന്നുന്നുണ്ടോ? അത്രയും ലെവൽ ഓഫ് ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടുമായിരുന്നു ഇബാദത്തിലൂടെ. അത്രയും ക്ലോസ് ആയിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അല്ലെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഈ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കണം അല്ലെ. ഇവിടുത്തെ സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൈയും കാലും ഇടണം അല്ലെ. അതിനകത്ത് ഇടപെടണം, സംസാരിക്കണം, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെ. ഫാമിലിക്ക് വേണ്ടതൊക്കെ കൊടുക്കണം, ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. മക്കളുടെ കാര്യം, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക അല്ലെ, അവരെ സ്നേഹിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുക, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇതൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനിന് പോലും ഒരു എന്താ പറയാ ചെറിയൊരു ഇളക്കം തട്ടുമായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നമുക്കിപ്പോ പറയാല്ലേ, നമ്മളിപ്പോ പറഞ്ഞ പോലെ മനുഷ്യന്മാര് അവരുടെ ആവശ്യങ്ങൾ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അതേ ലെവൽ ഓഫ് ഈമാന്, അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുമായി ഒറ്റയ്ക്ക്, അതിപ്പം ഒന്നും വേണ്ട, നമ്മൾ തഹജ്ജുദിന് കിട്ടുന്ന ഈമാൻ നമുക്ക് ളുഹറിനോ അസറിനോ അല്ലെങ്കിൽ എനിക്കൊന്ന് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ മഗ്‌രിബിനോ ഇശാക്കോ ചിലപ്പോൾ കിട്ടാറുണ്ടാവില്ല അല്ലെ. തഹജ്ജുദിന് കിട്ടുന്ന ഈമാൻ ചിലപ്പോൾ ഇങ്ങനത്തെ വക്തിൽ കിട്ടൂല. അപ്പൊ ആ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും ആ അള്ളാഹുമായിട്ട് നമ്മൾ ഒറ്റക്കാവുന്ന സമയവും ആളുകൾ ചുറ്റുപാടുമുള്ള സമയത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾക്ക് ആൾക്കാരുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതേ ഈമാൻ കിട്ടും എന്ന് പറയാൻ പറ്റൂല അല്ലെ. അപ്പം ആ ഒരു മാറ്റം ശരിക്കും അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം എന്ന് പറയുന്നത് ലിവിങ് ഹാർട്ടാണ് അല്ലെ, എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഹൃദയമാണ്. നമ്മളെ ഒന്നും പോലെ അള്ളാഹുവിനെ മറന്നിട്ട് മരിച്ചു പോണ ഹൃദയമേ അല്ല, സുബ്ഹാനല്ലാഹ്. അപ്പൊ ലിവിങ് ഹാർട്ടാണ്. ജീവിച്ചിരിക്കുന്ന ഹൃദയം ആവുമ്പം അത് പെട്ടെന്ന് തിരിച്ചറിയും എന്ത്, ഈ ചെറിയ ലെയർ, ഹൃദയത്തിനെ മൂടിയിരിക്കുന്ന ലെയർ. നമ്മളൊക്കെ പലപ്പോഴും അറിയുന്നത് ഒരുപാട് വൈകിട്ടായിരിക്കും. അള്ളാഹുമായിട്ട് അകന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് ബേജാറ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിന് ഈ കുഞ്ഞു ലെയർ, തിൻ ലെയർ പോലും അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഒരു അകൽച്ച വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മോശം അവസ്ഥയാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെ. നാച്ചുറൽ ആണ് ഈ ഒരു കവറിങ് വരിക എന്നുള്ളത്. കാരണം നമ്മള് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടപെടാതെ വയ്യ, ചെയ്യാതെ വയ്യ അല്ലെ, എല്ലാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പരിശുദ്ധി അല്ലെങ്കിൽ പൈറ്റി അല്ലെങ്കിൽ അതിന്റെ തഖ്വയുടെ പീക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു മാറ്റം എന്നുള്ളത് അല്ലെങ്കിൽ ഐഹികമായ കാര്യങ്ങളിലേക്ക് പോവാന്നുള്ളതും അപ്പൊ ഹൃദയത്തിന്റെ ഈമാൻ കുറയാന്നുള്ളതും ഒക്കെ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ആ ഒരു ലെവല്
അള്ളാഹുവിന്റെ ആ ഒരു എന്താ പറയാ ഇസ്സത്ത്, അള്ളാഹുവിന്റെ ആ ഒരു മഹത്വം, അള്ളാഹു അർഹിക്കുന്നത് ഞാൻ കൊടുക്കുന്നില്ലല്ലോ ആ സമയത്തിലെ. ഇങ്ങനെയുള്ള അധികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെ. അപ്പൊ എന്റെ ഹൃദയം അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി മാറുന്നുണ്ടല്ലോ എന്നുള്ളത്, അതിനുള്ള പരിഹാരം എന്തായിട്ടാ മനസ്സിലാക്കിയത്? ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അതുകൊണ്ട് അതിന് പാപമോചനം തേടിയേ മതിയാവും. അള്ളാഹുവിന്റെ അടുത്തുനിന്നും നമ്മൾ ആഹികമായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നീങ്ങുമ്പോൾ പോലും നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നില്ല, അള്ളാഹുമായിട്ട് നമ്മളുടെ ഹൃദയം അകന്നു പോയി. അതുകൊണ്ട് ആ ഒരു സമയം അല്ലെ, നമ്മൾ ഐഹികമായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന സമയം എന്താണ്, നമ്മൾ പാപമോചനം അതിനു വേണ്ടിയിട്ട്, ആ ഡിസ്ട്രാക്റ്റഡ് ആയതിനു വേണ്ടിയിട്ട് പാപമോചനം തേടണം. അള്ളാന്റെ മഹത്വത്തിന്റെ മുമ്പില് നമ്മളുടെ ആ ഒരു കഴിവുകേട് അല്ലെ ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം തന്നെ. നാച്ചുറൽ ആണ് അല്ലെ, അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെങ്ങനെയാ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ മഹത്വത്തിന് മുമ്പിൽ ആ ഒരു കുറച്ച് സമയം പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണ്, നമ്മളുടെ കാര്യമല്ല. നമ്മളുടെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സമയം ഒന്നും പറയാനേ പറ്റില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാകുമ്പോൾ ആ ഒരു കുറച്ച് സമയം പോലും അള്ളാഹുവിന്റെ മഹത്വത്തിന്, അള്ളാഹുവിന് നന്ദി കാണിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അള്ളാഹ്ക്ക് കൊടുക്കണം അല്ലെ, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു, അത് ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധത്തിൽ പാപമോചനം തേടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഒരു പരിഹാരമായിട്ട് കണ്ടത്. അപ്പം ഈ ഒരു ഫീലിംഗ് മനസ്സിലാക്കിയപ്പം, ഈ ഒരു തെറ്റ്, നമ്മൾ ഈ ചെയ്യുന്ന തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അള്ളാഹുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള ആ ഒരു തെറ്റിന് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു തആലയെ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ ചെയ്യുന്ന ഒരു തിന്മക്ക് പാപമോചനം എന്നുള്ള പോലെ ആണ് ഒരു ദിവസം 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് അല്ലെ, അള്ളാഹുവിന്റെ അടുത്ത് ഇസ്തിഗ്ഫാർ നടത്തുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരു ഓർമ്മ നമ്മളുടെ ഈമാൻ, ഹൃദയത്തിന്റെ ഈമാൻ. കാരണം നമ്മൾ ഐഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അത് ചെയ്യുമ്പോഴും എന്താ അള്ളാഹിന്റെ അടുത്ത് പറയുന്നത്? അള്ളാഹ്, ഞാൻ ഇതിനകത്ത് പെട്ടുപോകുമ്പോൾ എനിക്ക് നിന്നെ ഓർക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ പഴയതുപോലെ ഇബാദത്തിന് മാധുര്യം കിട്ടുന്നില്ല, എന്റെ ഹൃദയം സോഫ്റ്റ് ആവുന്നില്ല, റബ്ബേ നീ പുറത്തുതാ, എന്റെ കഴിവുകേടാ, നിന്റെ മഹത്വത്തിന് മുമ്പിൽ ഞാൻ എത്രയോ അശുവാണ് അല്ലെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നിനക്ക് നന്ദി കാണിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടുപോയിരിക്കുകയാണ് റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ നമ്മൾ ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാറുണ്ടോ? അല്ലെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം നമ്മളെ ഹൃദയത്തിന് അങ്ങനെയുള്ള സമയങ്ങളിൽ, നമ്മൾ ഐഹികമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അതിന്റെ സൃഷ്ടാവിനെ അല്ലെ, അതിന്റെ പരിപാലകനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മളുടെ ഈമാനിനെ അത് എന്താവും, നിലനിർത്താൻ വേണ്ടി അല്ലെ, നമ്മൾ ഇഹലോക കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ഈമാനിനെ അത് നിലനിർത്താൻ, ഒരുപാട് പിന്നോട്ട് പോകാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെ കുഞ്ഞ് ഡിസ്റ്റൻസ് പോലും അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് വരുമ്പം അതിനെ താങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറ്റൂലായിരുന്നു അല്ലെ. ഇത്ര കുഞ്ഞ് ഡിസ്റ്റൻസ്, എത്ര ചെറുതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുമായിട്ടുള്ള ഡിസ്റ്റൻസിലെ നമ്മളുടെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുപോലും താങ്ങാൻ പറ്റൂലായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്ർ അല്ലെ, അള്ളാഹുയുടെ അടുത്ത് എപ്പോഴും ആ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അല്ലെ ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കിൻ എന്ന ഗ്രന്ഥത്തില് വൈൻ എന്ന വാക്കിനെ പറ്റി പറയുന്നുണ്ട്. വൈൻ എന്ന് പറയുന്നത് ഏറ്റവും തിന്നസ്റ്റ് ലെയർ, നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിനെ കവർ ചെയ്യുന്ന ഏറ്റവും തിന്നായിട്ടുള്ള ഒരു ലെയർ ആണ്. ആൻഡ് വൈൻ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് മാത്രം ഉള്ള, അത് അവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിട്ടുള്ള വാക്കാണെന്നാ പറയുന്നത്. കാരണം അവർക്കേ അത്രയും തിൻ ലെയർ ഉണ്ടാവും. കാരണം അവരൊന്നും അത്ര ഒരുപാടൊന്നും അള്ളാഹുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവില്ല. അവർ പെട്ടെന്നല്ല, ഐഹികമായിട്ടുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ പോലും അവര് അപ്പം ഉള്ള ആ ഒരു അള്ളാഹുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് പോലും ഐഡന്റിഫൈ ചെയ്ത് അവർ അതിനു വേണ്ടിയുള്ള പരിഹാരം ചെയ്യുമായിരുന്നു. അപ്പം അവരുടെ കാര്യത്തിൽ മാത്രമേ ഈ വൈൻ എന്ന് പറയുന്ന തിൻ ലെയർ, വളരെ തിന്നായിട്ടുള്ള ലെയർ ആപ്ലിക്കബിൾ ഉള്ളൂ. അടുത്ത ലെയർ എന്ന് പറയുന്നത് വൈമാണ്. വൈം നമ്മൾ പറഞ്ഞു മേഘം അല്ലെ, മേഘത്തിന്റെ വാക്കാണ് വൈം. വൈം എന്ന് പറയുന്നത് വിശ്വാസികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറച്ച് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 5ാമത്തെ ഹദീസ് എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മള് ഒരു പൂർണ്ണ ചന്ദ്രനെ മേഘം വന്ന് മൂടുന്നതും അല്ലെ, മേഘം പാസിങ്, നമ്മൾ ആ മേഘത്തിനെ പെട്ടെന്ന് തള്ളി നീക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കേൾക്കാത്തവർ അതൊന്നും കൂടെ കേൾക്കുക, കേട്ടവരൊന്നും കൂടെ, ഞാൻ അടക്കം ഒന്നും കൂടെ അതൊന്ന് പൊടിതട്ടി കേട്ടു നോക്കാം. അപ്പം വിശ്വാസികളുടെ കാര്യത്തിൽ ഈ ഒരു കവറിങ് എന്ന് പറയുന്നത് വൈമാണ്, അതായത് കുറച്ചും കൂടെ തിക്കാണ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ അത്രയും, അല്ലെങ്കിൽ പ്രവാചകന്മാരെ പോലെ അത്രയും തിന്നായിട്ടുള്ള ഗൈൻ എന്ന കവറല്ല, ഗൈമാണ് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കവറിങ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരം നിലനിൽക്കുന്ന കവറിങ് ആണ് എന്ത് വിശ്വാസികളുടെ കാര്യത്തില്. ഇനി മൂന്നാമത്തെ ഒരു ലെവൽ ഉണ്ട് ഈ കവറിങ്, അതാണ് റാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കൊന്ന് 35ാമത്തെ എപ്പിസോഡിൽ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അത് നമ്മള് എന്താ പറയാ, അള്ളാഹുമായിട്ട് അകന്നുകൊണ്ടേയിരിക്കും. നമ്മൾ തെറ്റുകൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അല്ലെങ്കിൽ ഒരു തെറ്റിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ കറുത്ത പുള്ളികൾ വലുതായി ഒരു റാനായിട്ട് മാറുന്നത് മൂന്നാമത്തെ ലെയറാണ്, മൂന്നാമത്തെ ടൈപ്പാണ്. ഓക്കെ, കവറിങ്ങിന്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകൾ പെടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ, ഇവിടെ പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ 35ാമത്തെ എപ്പിസോഡൊക്കെ ഒന്ന് കേട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ആമീൻ. തുടർന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മളുടെ ഹൃദയത്തിന്, അതായത് നമ്മളുടെയും അള്ളാഹുവിന്റെയും ഇടക്കുള്ള 10 തടസ്സങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കവർ ചെയ്യാൻ കാരണമാകുന്ന 10 തടസ്സങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഏറ്റവും ആദ്യത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുക. ഓക്കെ, അള്ളാഹുവിന്റെ നിലനിൽപ്പിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ നാമങ്ങളെ, സിഫാത്തുകളെ, അതൊക്കെ അള്ളാഹുവിനായിട്ട് നമ്മളെ കംപ്ലീറ്റ്ലി അകത്തി നിൽക്കുന്നത്. അതായത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്, പിന്നെ പോകുമ്പോൾ ലെസ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യുക, പ്രത്യക്ഷമായിട്ട് അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യുക. മൂന്നാമത്തത് വിശ്വാസത്തിലുള്ള ബിദഅത്തുകൾ. ഓക്കെ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ബിദഅത്തുകൾ. നാലാമത്തത് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ബിദഅത്തുകൾ. ഇതൊക്കെ അള്ളാഹുവും ഒരു അടിമയുടെ ഹൃദയവും തമ്മിൽ ഡിറ്റാച്ച്മെന്റ്, ഒരു അകൽച്ച വരാൻ കാരണമായ കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കണം അല്ലെ. അതിന് സത്യം പറയണമെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയുക തന്നെ വേണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ പേരുകളെയും സിഫത്തുകളെയും നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുക. 3 വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ബിദഅത്തുകൾ. 4 കർമ്മപരമായ കാര്യങ്ങളുള്ള ബിദഅത്തുകൾ. 5 മേജർ ആയിട്ടുള്ള ഹൃദയത്തിന്റെ തിന്മകൾ, അതായത് അഹങ്കാരം, കിബർ, അസൂയ, റിയാ, അതുപോലെയുള്ള ഹൃദയത്തിന്റെ രോഗങ്ങളാണ് 5ാമത്തത്. 6ാമത്തതാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള തിന്മകൾ അല്ലെ, അതായത് സിന, ആൽക്കഹോള്, റിബ പോലെയുള്ള കാര്യങ്ങൾ. അത് സത്യം പറയണമെങ്കിൽ ഹൃദയത്തിന്റെ രോഗങ്ങളെക്കാളും കുറച്ചും കൂടെ തീവ്രത കുറഞ്ഞതായിട്ടാണ് അതിനെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഹൃദയത്തിന്റെ രോഗങ്ങൾ എത്രത്തോളം തീവ്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. 7ാമത്തെ പോയിന്റ്, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, തിന്മകള്. 8ാമത്തെ കാര്യം, നമ്മൾ അനുവദനീയമായ കാര്യങ്ങളിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യല്. അതായത് ഹലാൽ, ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യല. അതിന് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ തരത്തിലുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ, നമുക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വെച്ചാൽ കൂടുതൽ നല്ലത് ചെയ്യുന്നതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട്, നമ്മളുടെ നെഫ്സോ ഇബ്ലീസോ ഒക്കെ നമ്മൾ ഇത്തിരി മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, ഇത് നല്ല കാര്യമാണല്ലോ, ഇത് ചെയ്യാൻ അനുവദിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് പലതും ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മളൊക്കെ പെട്ടിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഒന്ന് ഭക്ഷണം അല്ലെ, ഭക്ഷണം അനുവദിച്ചതാണെന്നുള്ളതിന്റെ പേരിൽ ഭക്ഷണത്തിൽ അങ്ങ് ആർമാദിക്കുക, ആറാടുക, അല്ലെങ്കിൽ റെസ്റ്റ് അല്ലെ, നമുക്ക് ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്, അത് അധികമാക്കുക. അല്ലെങ്കിൽ സോഷ്യലൈസിങ് ഏതൊരു ലെവലിലാണെങ്കിലും, കുടുംബത്തിന് ഒത്തുചേരലുകൾ, സുഹൃത്ത് ബന്ധങ്ങളുമായിട്ടുള്ള ഒത്തുചേരലുകൾ, ഇനി ദീനിന്റെ പേരിലുള്ള ഒത്തുചേരലുകൾ, എന്തെന്നാണെങ്കിലും അതൊക്കെ എല്ലാത്തിനും നമ്മൾ ദീനിലൊരു കണക്കുണ്ട്. അപ്പം അനുവദനീയമായ കാര്യങ്ങളിൽ ഒരുപാട് അതില് അതിര് കവിയ. ഓക്കെ, അതും ലെസ് സീരിയസ് കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത്. ഇതിപ്പോ 8ാമത്തെ പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് അള്ളാഹുവായിട്ട് നമുക്ക് അകൽച്ച ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ 8ാമത്തെ പോയിന്റ് ആണ് ഇത്. ഇനി 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എന്നുള്ള ബോധം ഇല്ലാതിരിക്കുക. ഓക്കെ, അതൊക്കെ ശരിക്കും നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ആ ബോധം വരുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതായിരിക്കണം എന്നുള്ള ബോധം വരുമ്പോഴാണ് നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ആൻഡ് 10ാമത്തെ കാര്യം, അള്ളാഹു നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മളുടെ നന്ദി, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ദിക്ർ അള്ളാഹു അർഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് നിർത്താതെ, അത് എത്ര കൊടുത്താലും മതിയാവൂല എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതൊക്കെ നമുക്ക് വേറെ അടുത്തടുത്ത ലെവലുകളിൽ മാത്രം കിട്ടുന്ന തിരിച്ചറിവുകളാണ് അല്ലെ. ഒരുപക്ഷെ നമുക്ക് ആ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം 10ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് അങ്ങനെയുള്ള തിരിച്ചറിവ് ഇല്ലായ്മ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്
ഒരാളുടെ ഹൃദയവും അള്ളാഹുവുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനുള്ള കാരണങ്ങളായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കവർ ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം 4 സോഴ്സുകളാണ്, 4 ഉറവിടങ്ങളാണ്. ഒന്ന് ഇബ്ലീസ്, ഓക്കെ, തരത്തിലുള്ള എന്തിലും പെടാൻ ഒന്നാമത്തെ കാര്യം ഇബ്ലീസ്, 2 നമ്മളുടെ ഇച്ഛകൾ, ഓക്കെ, 3 നമ്മൾ തന്നെ, അതായത് നമ്മളുടെ നെഫ്സ് തന്നെ പലപ്പോഴും ഇതിനൊക്കെ തടസ്സങ്ങളാണ്. 4 ഇഹലോകം, ഐ മീൻ ലോകത്തും നമ്മളും നമ്മളുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും, ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ ഏതിലെങ്കിലും ഒന്ന് നമ്മൾ ചെന്ന് പെടാനുള്ള കാരണം ആയേക്കാം. അപ്പം അള്ളാഹുലേക്ക് അടുക്കാൻ ഇതിനെയൊക്കെ ഓവർകം ചെയ്താലേ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഷൈത്താന്റെ പ്രേരണകൾ, അല്ലെ, നമ്മളെ നഫ്സിന്റെ പ്രേരണകൾ, നമ്മളെ ചുറ്റുപാടുകളുടെ പ്രേരണകൾ, ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്താലേ അള്ളാഹുലേക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഓടി അടുക്കാൻ പറ്റുള്ളൂ. അപ്രകാരം ഒരാള് ഈ ലോകത്തിൻ്റെതായ അറ്റാച്ച്മെന്റുകളിൽ നിന്നും സുഹൃദ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിൽക്കുക, അല്ലെ, നമ്മളെ ലോകവുമായിട്ടുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നതിനാണ് സുഹൃദ് എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിൻ്റെതായ എല്ലാ അറ്റാച്ച്മെന്റുകളിൽ നിന്നും തിരിഞ്ഞ് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക എന്ത്, എന്നെ പരലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്നെ പരലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഇവിടെ ുള്ളതല്ല, അതൊക്കെ ഒന്ന് നൈമിഷികമാണ്, അല്ലെ. ഇത് നമ്മളൊരു യാത്രക്കാരനെ പോലെ ആവശ്യത്തിന് ഉപയോഗിച്ച് വിടാനുള്ളതാണ്. നമ്മളുടെ ചുറ്റുപാടുമുള്ള, നമ്മളുടെ ജീവിതത്തിലുള്ള, നമ്മളുടെ കുടുംബങ്ങളിലുള്ള എല്ലാം 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 നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ പരലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. അവരും അവരുടെ നന്മകളും അവരുടെ തിന്മകളും ഉപയോഗിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് പോവാണ് വേണ്ടത്. അതേപോലെ അവരെയും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് സഹായിക്കേണ്ടത്, അല്ലാണ്ട് ഇവിടെ ട്രാപ്ഡ് ആവാനുള്ളതല്ല. അങ്ങനെ നമ്മൾ ഒരു സുഹൃദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇഹലോകത്തിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെ, മാനസികമായിട്ട് ഒക്കെ എന്നെ പരലോകത്തേക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ഈ ലോകത്തോടുള്ള ഇഷ്ടം അങ്ങ് മാറിക്കിട്ടും. അങ്ങനെയുള്ള ഒരു നഫ്സ് എന്ത് ചെയ്യും, ഷെയ്ത്താന്റെ അടുത്തും ഫൈറ്റ് ചെയ്യും. ഇല്ല, നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടില്ല, അല്ലെ. സ്വന്തം ഇച്ഛകളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യും. ഇല്ല, ഞാനില്ല. എല്ലാത്തിനെയും ഫൈറ്റ് ചെയ്തിട്ട് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം നഫ്സിനോട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആത്മാർത്ഥത ഉപയോഗിച്ച്, അള്ളാഹുവിനെ ദിക്ർ ഉപയോഗിച്ചിട്ട് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഒരു ഹദീസിനകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ എന്താ പറയാ ഡീപ്പായിട്ടുള്ള ലെസൺസ് ആണ്, അല്ലെ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിന് എന്താ എടുത്തിട്ടുള്ളത്, ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹദീസാണ് അത്, അല്ലെ. നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ആക്ഷനിൽ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലെ. നമ്മളൊന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരാണ്. ഈ ഹദീസ് നമ്മൾ ജീവിതത്തിലേക്ക് എടുത്തിട്ടുള്ളവരാണ്. പക്ഷെ ഈ ഹദീസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വാക്ക്, യുവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ യുവാൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെ. അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്നുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരൊറ്റ വാക്ക് കൊണ്ട് എത്രയാ പറഞ്ഞു വെച്ചിട്ടുള്ളത്, അല്ലെ. അപ്പം നമ്മൾ ആ ഈമാന്റെ ലാഡർ, ഈമാന്റെ സ്റ്റെപ്പ് നമ്മൾ കയറുന്നതും, നമ്മൾ അതിൽ ഐഹികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നതും തിരിച്ച് നമ്മളെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ ഇതിനകത്ത് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോധത്തോടു കൂടി ബോധവാന്മാരായിരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്താവും, നമ്മളെ ഹൃദയത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളെ ഹൃദയത്തിന് പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലാവാറില്ല, അല്ലെ. നമ്മുടെ ഹൃദയത്തിന് ഡിറ്റാച്ച്മെന്റ് വന്നാൽ മനസ്സിലാവാറില്ല, ഈമാൻ കുറഞ്ഞാൽ മനസ്സിലാവാറില്ല. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഈ ഈമാന്റെ ലാഡർ കയറുമ്പോൾ, അല്ലെ, ചിലപ്പം ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടാവുള്ളൂ, ഒരു 10,000 സ്റ്റെപ്പ് ബാക്കി കിടക്കുന്നുണ്ടാവും. അപ്പൊ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങൾ, ഹൃദയത്തിന്റെ ഈമാൻ കുറവുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈവൻ കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മുടെ ഹൃദയത്തിന് ഒരു കലർപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാലിന്യം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അള്ളയും നമ്മളുമായിട്ടുള്ള കണക്ഷൻ വിടുന്ന എന്താണെങ്കിലും അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുലേക്ക് തിരിച്ച് ഓടി അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു ഹൃദയത്തിലേക്ക് നമ്മൾ എത്തണം. നല്ല ബോധത്തോടു കൂടി ഹൃദയത്തിന്റെ ചേഞ്ചസ് മനസ്സിലാക്കാൻ, അള്ളാഹുവിൽ നിന്ന് ഡിറ്റാച്ച് ആവുന്നതും മനസ്സിലാക്കാൻ. ഒരു വിഷമം നമ്മളുടെ നെഞ്ചിനൊരു ഇടുക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ റീസൺ അവരെന്തെങ്കിലും പറഞ്ഞതോ, ഇവൻ എന്തെങ്കിലും ചെയ്തതോ, എന്തെങ്കിലും നഷ്ടപ്പെട്ടതോ, പ്ലാൻ ചെയ്ത പോലെ നടക്കാത്തതോ അല്ല. എന്താണ് എന്റെ മനസ്സിന്റെ വിഷമത്തിന്റെ കാരണം, അള്ളാഹു ആയിട്ടുള്ള ഒരു അകൽച്ചയുള്ളതാണ്. അതിന് തിരിച്ചു പിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, അത് ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി നമ്മളെ പുഷ് ചെയ്യാൻ നമ്മൾ തുടങ്ങും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ളതായ ഒരു ഹദീസാണ്. ഖാല ഇന്നകും
ഖാല ഇന്നകും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശഅർ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, നിശ്ചയം നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അത് നിങ്ങളുടെ കണ്ണുകളിൽ ഒരു രോമത്തേക്കാൾ വളരെ ലോലമാണ്. ഓക്കെ, മിനശ്ശഅർ നമ്മൾ ഷോർ അല്ലെ, ആ വാക്ക് പറഞ്ഞപ്പോൾ പഠിച്ച വാക്കാണത് ഷഅർ എന്നുള്ളത്. ഒരു നമ്മുടെ മുടിനാരിഴ, ഓക്കെ, അതിനേക്കാൾ വളരെ ലോലമായതാണ്. ഇൻകുന്ന നഅദ്ദുഹ അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൂബിഖാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിങ്ങളിപ്പോൾ വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളെ പോലും, ഓക്കെ, കുഞ്ഞു കുഞ്ഞു തെറ്റുകളെ പോലും ഞങ്ങൾ എന്തായിട്ടാണ് കണ്ടത്? അൽ മൂബിഖാത്ത് ആയിട്ടാണ്, വൻ പാപമായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത്? അവരുടെ ഈമാനും ഇതും ഒക്കെ തഖ്വയൊക്കെ ഭയങ്കര കൂടുതലാണ് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ള സെൻസിറ്റിവിറ്റി, അതായത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, അത് കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ പോലും അവരുടെ ഹൃദയത്തിന് ഉണ്ടാക്കുന്ന വിഷമം എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിരുന്നു. അവരതിനെ വൻ പാപങ്ങളെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ നിന്ന് അവരെ ഹൃദയങ്ങളെ എടുത്തു മാറ്റുന്ന കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് മാറാൻ വേണ്ടി എന്തും ചെയ്യും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അകലാൻ വേണ്ടി അവർ എന്തും ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവരുടെ ഒരു സിസ്റ്റം അതായിരുന്നു, അവരുടെ തഖ്വയുടെ ലെവൽ അതായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ ശ്രമിച്ചത്. നമ്മുടെ തഖ്വയുടെ ലെവൽ അവിടെ ഒന്നും എത്തിയില്ല. അതുകൊണ്ട് നമുക്കെല്ലാം സില്ലി അല്ലെ, തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൂളായിട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ട്. നമുക്ക് അതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് തോന്നില്ല. കാരണം നമ്മുടെ തഖ്വയുടെ ലെവലൊക്കെ ഇനിയും അല്ലെ, നമ്മളിപ്പോഴും താഴെ ആ ഒരു ഒന്നാമത്തെ പടിയിലേക്ക് പോലും എത്താത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ പറഞ്ഞ ഹദീസിനകത്തുള്ള അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അത് എന്തിന് അല്ലെ, അത് നമുക്ക് അറിയില്ലായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഈ ഒരു പാപമോചനം തേടുന്ന ഒരു പാർട്ട് ആദ്യം നമ്മൾ അല്ലെ ആ ഒരു കവറിങ്ങിന്റെ കാര്യം പറഞ്ഞു, യുവാൻ എന്താന്ന് പറഞ്ഞു. ഇനിയിപ്പം ഈ പാപമോചനം തേടുന്ന സെക്കൻഡ് പാർട്ട് ഈ ഹദീസിന്റെ, അതിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഇപ്രകാരത്തില് ഇസ്തിഗ്ഫാർ ചെല്ലുന്നത് ഈ പറഞ്ഞ ഗൈൻ അല്ലെ, നമ്മുടെ ഹൃദയത്തിന് ചുറ്റും ഉണ്ടാവുന്ന ഈ ഒരു ഗൈനിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മരുന്നായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ. നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ പാപമോചനം തേടുന്നത്? നമ്മളുടെ കഴിവുകേട് എന്തിലുള്ള അള്ളാഹുവിനെ കണ്ടിന്യൂസ് ആയിട്ട് നന്ദി പറയാനുള്ള കഴിവുകൾ അല്ലെ. കാരണം നമ്മൾ ഇതുപോലെയുള്ള പലതിലും പെട്ടുപോകുമ്പം, ഐഹികമായിട്ടുള്ള പല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ ആ സമയത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറണം, അള്ളാഹുവിന് നന്ദി പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം അതിനുള്ള പാപമോചനമായിട്ടാണ് ഈ ഇസ്തിഗ്ഫാർ. പിന്നെ നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം മറന്നിട്ടാണ് അല്ലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നത്. ഐഹികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ മണിക്കൂറുകളോളം ചിലപ്പോൾ അള്ളാഹുവിനെ മറന്നു പോവാണ്. ഞാൻ പറഞ്ഞു, ഈ ഐൻ എന്ന് പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാര്യത്തിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള വാക്കാണ്. അത്രയും തിൻ ലെയർ ആണ്. നമ്മളുടെ കാര്യത്തിൽ അത് മിനിമം ഐമെങ്കിലുമാണ് അല്ലെ. അതിന്റെ മേലെ റാൻ ആയി പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം ഈ ഐനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്തൊക്കെ റീസണിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞു, അത്രയും സമയം അള്ളാഹ്ക്ക് നന്ദി പറയാൻ പറ്റാത്തത് കൊണ്ട്, അത്രയും സമയം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അത്രയും സമയം നമ്മൾ അള്ളാഹിനെ മറന്നു പോകുന്നത് കൊണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും നമ്മൾ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ ആ സമയമൊക്കെ ദുനിയാവിന്റെ പിന്നാലെ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട്, നമ്മളുടെ ഹൃദയം ശരിക്കും അള്ളാഹിൻ്റെതായിരിക്കണം അല്ലെ. നമ്മളെ ഹൃദയം ഓൺഡ് ബൈ അള്ളാഹ്, അള്ളാഹ് ഓൺ ചെയ്യുന്ന ഹൃദയങ്ങളാണ് നമ്മളത് അല്ലെ. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്താണ്, ഈ അള്ളാഹിനെ മറന്നിട്ട് ഈ മാറി നിൽക്കുന്ന ഐഹികമായിട്ടുള്ള കാര്യങ്ങളിൽ മാറി നിൽക്കുമ്പോൾ എന്തിനോടാണോ നമ്മൾ അറ്റാച്ച്ഡ് അതിൻ്റെതായി മാറുകയാണ് നമ്മളുടെ ഹൃദയം അല്ലെ. ശരിക്കും ഇത് നമ്മുടെ തൗഹീദൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. ഹലാലാഖത്തല്ല ചിലപ്പോൾ നമ്മുടെ നഫ്സിൻ്റെതായിട്ട് മാറുകയാണ് നമ്മളുടെ ഹൃദയം. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം ഇത് ശരിക്കും അള്ളാഹിൻ്റെതായിട്ടുള്ള ഹൃദയം ഞാൻ വേറെ ആർക്കോ എന്തിനോ കൊടുത്തുപോയി റബ്ബെ, അതിന് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹ് നിന്നെ ഞാൻ അത്രയും നേരം ഇബാദത്ത് ചെയ്യുന്നില്ല റബ്ബെ, അതിന് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാതെ നമ്മൾ ഇത്രയും നാൾ ആ അസ്തഗ്ഫിറുല്ലാഹ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് നമ്മൾ എപ്പോഴോ എന്തൊക്കെയോ അറിഞ്ഞോ അറിയാതെ ചിലപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടായിക്കുമ്പോൾ ഉണ്ടാക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മുടെ വിചാരം നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടും ഇല്ല, നമ്മൾ ഭയങ്കര പുണ്യാളത്തികളാണെന്ന്. വേണമെങ്കിൽ അള്ളാഹ് എടുത്തോട്ടെ എന്നുള്ള ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ് ആണ് നമ്മളുടേത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ അസ്തഗ്ഫിറുല്ലാഹ് നമ്മുടെ ഓരോ ഡേ ടു ഡേ
ലൈഫിൽ നമ്മൾ അള്ളാഹിനെ മറന്നിട്ട് മറ്റു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ ഈ ചിന്തകളോട് കൂടി ചെയ്യേണ്ട അസ്തഗ്ഫിറുള്ളയാണ് ഈ 100 അസ്തഗ്ഫിറുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അള്ളാഹിനെ മറന്നു പോകുന്നതിന്, അള്ളാഹിനെ ആ സമയത്തൊക്കെ ഇബാദത്ത് ചെയ്യാത്തതിന്, അല്ലെ, നമ്മള് എന്താണ് ഐഹികമായ ഇഹലോകത്തെ സ്നേഹിച്ചു പോകുന്നതിന്, ഇഹലോകത്തിന് പിന്നാലെ ഓടിപ്പോകുന്നതിന്, അള്ളാഹിൻ്റെതായ ഹൃദയം നമ്മൾ വേറെ എന്തിനൊക്കെയോ അല്ലെങ്കിൽ വേറെ ആർക്കൊക്കെയോ കൊടുത്തതിന്, അല്ലെ, അങ്ങനെ നമ്മൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി വരുമ്പം അള്ളാഹു എന്താക്കും, നമ്മളെ ഈ പറഞ്ഞ വീക്ക്നെസ്സുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മളുടെ ഹൃദയത്തിനെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇഹലോകത്ത് മുഴുകിപ്പോയ ഹൃദയങ്ങളെ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റും. നമുക്ക് ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ, അല്ലെ? ഐഹികമായ കാര്യങ്ങൾ നമ്മൾ പെട്ടുപോക്ക് തന്നെയാണ്. എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടാലേ, എന്നിട്ട് അത് അതേപോലെ പിന്നെയും വീഴും, എന്നിട്ട് പൊങ്ങും, പിന്നെയും വീഴും, അല്ലെ? നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കൈ കൊണ്ടും കാല് കൊണ്ടും, അല്ലെ? പലപ്പോഴും ഹൃദയം അതിനകത്ത് ഉണ്ടാവാറില്ല. നമ്മൾ ഹൃദയം തിരിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ പോയി, അല്ലെ? അപ്പം അങ്ങനെ നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്തുകൊണ്ട് അള്ളാഹ്ക്ക് ഇസ്തിഗ്ഫാർ പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടാണ്. വേറൊരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ വാക്കുകളായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുള്ള ഒരു രീതിയായിട്ട്, അല്ലെങ്കിൽ ദുആ ചെയ്തിരുന്ന വാക്കുകൾ, ഇസ്തിഗ്ഫാറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. റബ്ബി ഗഫ്ർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. നമുക്കറിയാവുന്ന ദുആകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു ഗ്യാദറിംഗ്, അല്ലെ, ഒരു മജ്ലിസിലായിരിക്കുമ്പോൾ, ഒരു ഗെറ്റ് ടുഗെദറിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 പ്രാവശ്യമെങ്കിലും പറയുമായിരുന്നു, അല്ലെ? നമ്മളും ഒരു പക്ഷേ ഇത് പറയാറുണ്ട്. റബ്ബി ഗഫ്ർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നൊക്കെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും മജ്ലിസിലൊക്കെ ആവുമ്പോൾ പറയാറുണ്ട്. എന്തിനാ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ 100 എണ്ണം തികച്ചു, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിന്റെ പിന്നിൽ എന്താണ്? ആ സമയം അത്രയും നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകുന്ന, നമ്മളുടെ ഹൃദയത്തിന്റെ പുറത്തൊരു തിൻ ലെയർ വരുന്നത്, അള്ളാഹിനെ നമ്മൾ മറന്നു പോണത്, അള്ളാഹ്ക്ക് നന്ദി കാണിക്കാതിരിക്കുന്നത്, നമ്മൾ ലോകത്തിന്റെ പിന്നാലെ പോണത്, അല്ലെ? ഇതൊക്കെ ഓർത്തിട്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി റബ്ബിന്റെ അടുത്ത് തേടാണ്. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു ഹദീസ് തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിനകത്ത് റബ്ബി ഗഫ്ർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, മുമ്പ് പറഞ്ഞത് തവ്വാബുർ റഹീം ആയിരുന്നു, തവ്വാബുൽ ഗഫൂർ എന്ന് പറയാറുണ്ടായിരുന്നു. ഇതും ഇതുപോലെ ഒരു മജ്ലിസിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 പ്രാവശ്യമെങ്കിലും ഈ ദുആ ചൊല്ലുമായിരുന്നു. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ദുആകൾ തിരിച്ചും മറിച്ചുള്ള, ഇതുപോലെ വേറെയും നമുക്ക് കുറെ അറിയാവുന്നതാണ്, തിരിച്ചും മറിച്ചും ഒക്കെ ചൊല്ലാം. അള്ളാഹുവിന്റെ പേരുകൾ, അല്ലെ, അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള പേരുകളും സിഫത്തുകളും ഒക്കെ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ പാപമോചനം തേടിക്കൊണ്ടിരിക്കാം. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ നാവുകൾ ദിക്ർ ചൊല്ലാറുണ്ട്, അല്ലെ? നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട്, അല്ലെ, നമ്മുടെ കൈയും കാലും കൊണ്ടൊക്കെ നമ്മൾ അള്ളാഹു ദിക്ർ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അത് എന്തിനാന്നറിയില്ല, നമ്മുടെ ഹൃദയങ്ങൾ അവിടെ എത്താറില്ല, അല്ലെ? അപ്പം നമ്മളെ ശരിക്കും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ഇതുപോലെ ദിക്ർ കണക്കില്ലാത്ത ദിവസം 1000 10,000 ഒക്കെ ദിക്ർ ചെയ്തിട്ടും ഇപ്പോഴും നമ്മളില്ലേ അള്ളാഹിന്റെ അടുത്തൊന്നും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് വീണ് പോകുന്നുണ്ടെങ്കിൽ എവിടേക്കോ നമുക്കൊരു ഒരു പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മളുടെ ഓട്ടം മുന്നോട്ട് തന്നെ ഓടുമ്പോഴും നമ്മൾ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ബാക്കോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മൾ മനസ്സിലാക്കിയതിൽ ഒരു തെറ്റ്, നമ്മുടെ ഹൃദയമില്ലാത്ത ആക്ഷൻസ് ആയിട്ട് മാറിപ്പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തും ഹൃദയത്തിൽ തുടങ്ങിയിട്ട് നമ്മളുടെ ലിംസ്, നമ്മുടെ അവയവങ്ങളിലേക്ക് മാറുമ്പം അതിനുണ്ടാവുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അള്ളാഹുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ് ദിക്ർ, ഇസ്തിഗ്ഫാർ. ഓക്കെ, പക്ഷെ അതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഇതുപോലെയുള്ള ഓരോ ഹദീസുകളിൽ ചിലപ്പോൾ ഒരു വാക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭംഗിയാണ് കിട്ടുന്നത്, ഭയങ്കര ഒരു ഇഷ്ടമാണ് അതിനോട് വരുന്നത്. പിന്നെ നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയം അതിനകത്ത് ഉണ്ടാവാതിരിക്കാതെ വേറെ രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലെ? അങ്ങനെ നമ്മളുടെ ഈമാൻ വീക്ക് ആവുമ്പോൾ ഈമാനിനെ സ്ട്രെങ്തൻ ചെയ്യാനും അത് ഒരുപാട് താഴോട്ട് പോവാതെ പിടിച്ച് നിർത്താനും, അല്ലെ? നമ്മൾ ഒരു സ്റ്റെപ്പ് മേലോട്ട് ഇറങ്ങിയാലും അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മേലോട്ട് കയറി പോവാനും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചന്ദ്രന്റെ മുമ്പിൽ കൂടെ മേഘങ്ങൾ പാസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് നേരം ചന്ദ്രനെ കവർ ചെയ്ത് നിൽക്കാതെ പുഷ് ചെയ്ത് അതിനെ മാറ്റാനും ഒക്കെ നമ്മളെ കൊണ്ട്
പറ്റും. അങ്ങനെ അതുവഴി നമ്മളുടെ സ്വഭാവങ്ങളും നമ്മളുടെ അമലുകളും ഒക്കെ ബെറ്റർ ആക്കാൻ അള്ളാന്റെ സഹായം കിട്ടും നമുക്കപ്പം, അല്ലെ? നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ വളരെ ഇന്റൻഷനോട് കൂടിയാണ് അവിടുത്തെ ഈ അസ്തഗ്ഫിറുള്ളൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെ? ശരിക്കും നമ്മൾ എന്തുകൊണ്ട് ആ അസ്തഗ്ഫിറുള്ള പറയണമെന്ന് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അള്ളാന്റെ സഹായം നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ബെറ്റർ ആവാൻ എന്തായാലും അത് സഹായിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹീഹൽ ആദാബ് അൽ മുഫ്രദിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു, ഇത് ഹദീസ് അല്ല കേട്ടോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അള്ളാഹു നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങളുടെ പ്രൊവിഷൻസ്, അതായത് റിസ്ക് ഡിവൈഡ് ചെയ്ത പോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം അള്ളാഹു അവന്റെ റിസ്ക് അവന് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. മനസ്സിലായോ? റിസ്ക് അല്ല ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. അതുപോലെ തന്നെയാണ് അള്ളാഹു സ്വഭാവങ്ങളും, നല്ല സ്വഭാവം ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. പലപ്പോഴും നമ്മളിലെ മുസ്ലിങ്ങളൊക്കെ കുറിച്ച് എന്ത് നല്ല സ്വഭാവമല്ല, അവർക്ക് ഹിദായത്ത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാറുണ്ട്. അതുപോലെ അവർക്ക് റിസ്ക്കും കിട്ടാറുണ്ട്, അല്ലെ? വെൽത്ത്, സമ്പത്തും കിട്ടാറുണ്ട്. പക്ഷെ അള്ളാഹ് ഈമാൻ അവന് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ആരെങ്കിലും ഇതുപോലെ, അല്ലെ, സ്വഭാവത്തിന്റെ കാര്യത്തില് ഇപ്പം സ്വഭാവം നല്ലത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പം നല്ലപോലെ പണം ചെലവഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജിഹാദ് ചെയ്യാൻ പറ്റുന്നില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം അവൻ ധാരാളം ദിക്ർ വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അപ്പം അതുപോലെയുള്ള ദിക്റുകൾ, ആത്മാർത്ഥമായിട്ടുള്ള ദിക്റുകൾ നമ്മൾ വർദ്ധിക്കുമ്പോൾ, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇഹലോകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിക്കുമ്പം അള്ളാഹുവായിട്ടുള്ള നമ്മളുടെ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും, അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. അതുവഴി നമുക്ക്, അല്ലെ, നമ്മളുടെ ഈമാൻ ഉയർത്താൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈമാൻ ഉയർത്താൻ പറ്റുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന കാര്യമാണ്. അപ്പം ശരിക്കും നമ്മളുടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഈസി, അല്ലെ? കയ്യും കാലും എക്സസൈസും ഒന്നും വേണ്ട, നമ്മുടെ നാവ് മാത്രം മതി. പക്ഷെ അതിന്റെ ഒരു നെസസറി കണ്ടീഷൻ എന്താണ്? അത് നമ്മുടെ ഹൃദയത്തിന് അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു ചാർട്ട് എഴുതിയിട്ട് ഇന്ന് 1000 പ്രാവശ്യം ചൊല്ലി ഒട്ടിക്കും, അതിനു വേണ്ടി ആയിരിക്കരുത്. അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹു ഇപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്ന കാര്യം തന്നെ പറയുമ്പോൾ പറയല്ലേ, ഒരക്ഷരം, ഒരു അലിഫ് ഓതിയാൽ പ്രതിഫലമുണ്ട്, ലാം ഓതിയ പ്രതിഫലമുണ്ട്, മീം ഓതിയ പ്രതിഫലമുണ്ട്. അതുപോലെ തപ്പിത്തടഞ്ഞ് ഓതുന്നവന് 2 പ്രതിഫലമുണ്ട്. അതിനൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ആ ഒരു, അല്ലെ, ഏറ്റവും ഈസി ആയിട്ട് ഇപ്പോൾ ഒരു എക്സാം നടത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ആരുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു എക്സാം നടത്തുമ്പോൾ അതിന് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു കൂട്ടർക്ക് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് ടീച്ചർ പഠിപ്പിച്ചെടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ഈസി ആയിട്ട് അതിനെ പാസ്സാവുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. വേറൊരു കൂട്ടർ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി അതിനോട് ഇഷ്ടപ്പെട്ട് അതിന് നല്ല ഉയർന്ന റാങ്കിൽ തന്നെ പാസ്സാവുള്ളൂ, അതിനുവേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പെടുന്ന ഉറപ്പിച്ചിട്ട് അധ്വാനിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഏത് കൂട്ടത്തിൽ പെടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ആത്മാർത്ഥമായ ശ്രമത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇഷ്ടത്തോടു കൂടി നാഡിഞരമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ഇബാദത്ത് ചെയ്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടണോ, അതോ, അല്ലെ, ടീച്ചർ പറഞ്ഞു തന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള പഴയ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം സോൾവ് ചെയ്തിട്ട് ഈസി ആയിട്ട് അവിടെ കടക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളെ തീരുമാനം, നമ്മളെ ചോയ്സ്. നമുക്ക് ഈ ഭൂമിയിൽ എല്ലാ കാര്യത്തിലും ചോയ്സ് ഉണ്ട്, അല്ലെ? അള്ളാഹിനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ചോയ്സ് ഉണ്ട്, ഇബാദത്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ചോയ്സ് ഉണ്ട്, എന്ത് കാര്യത്തിലും നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ചോയ്സ് ആണ്, നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനേക്ക് അടുക്കുന്നുണ്ടോ, അതോ നമ്മളുടെ കൈയും കാലും മാത്രമാണോ അള്ളാഹുലേക്ക് അടുക്കുന്നതെന്ന്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെ, നമുക്ക് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മളെ ദിക്റുകളെ ഹൃദയത്തിനുള്ള മരുന്നുകളായിട്ട് ഉപയോഗിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽപ്പെടുന്ന എല്ലാ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇനിയുള്ള ഓരോ അസ്തഗ്ഫിറുള്ളയും, അതായത് നമ്മൾ ഇതുപോലെ നമ്മുടെ ഗ്യാപ്പുകളിലൊക്കെ പറയുന്ന ഓരോ അസ്തഗ്ഫിറുള്ളയും എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി, യുഗാൻ എന്താണെന്ന് മനസ്സിലാക്കി, എന്റെ ഹൃദയത്തിന് ചുറ്റും യുഗാൻ തന്നെ ആവട്ടെ, അല്ലെ? ആ വൈമും റാനും ഒന്നും ആവാതെ യുഗാൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അപ്പം നീക്കിയിട്ട് ഈമാനെ വീണ്ടും വീണ്ടും ഹൈ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അസ്തഗ്ഫിറുള്ളകളാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖും അതിനുള്ള ഓർമ്മയും, അല്ലെ, അതിനുള്ള ചിന്തയും ബുദ്ധിയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമാവട്ടെ. അത് കാരണം നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടണോ, നമ്മളുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മുടെ അമലുകളിലാണെങ്കിലും, അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അത് മറ്റുള്ളവർക്ക് മാതൃകയാകാനും നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ മാതൃകയാവാനും അവരെയും അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على نبينا محمد. يا مقلب القلوب ثبت قلبي على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.